ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അനിൽകുമാർ. പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നാരീശക്തി എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളി ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട സാഗർ പരിക്രമ യാത്രയിലെ വനിതാ നാവികരുടെ നേട്ടത്തെ മൻ കി ബാത്തിലൂടെ അഭിനന്ദിച്ച പ്രധാനമന്ത്രി. ഉത്സവ ആഘോഷവേളകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും കൈത്തറി കരകൗശല വിദഗ്ധരുടെ കഠിനാധ്വാനത്തെ ആദരിക്കണമെന്നും പ്രധാനമന്ത്രി. ശുചിത്വം വീടുകൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്നും അത് ഏവരുടെയും ഉത്തരവാദിത്തമായി മാറണമെന്നും മൻ കി ബാത്തിൽ ശ്രീ നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ മരണസംഖ്യ 39ആയി. അപകട സാഹചര്യത്തിന്റെയും രക്ഷാ ദുരിതാശ്വാസ നടപടികളുടെയും വിശദാംശങ്ങൾ തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരള രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏഷ്യാ കപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കലാശ പോരാട്ടം. കിരീടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. അനശ്വര രക്തസാക്ഷി ഭഗത് സിംഗ് എല്ലാ ഇന്ത്യക്കാർക്കും പ്രത്യേകിച്ച് യുവാക്കൾക്ക് പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടിയായ മൻ കി ബാത്തിന്റെ 126 പതിപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭഗത് സിംഗിന്റെയും ലതാ മങ്കേഷ്കറുടെയും ജന്മദിനമായി ഇന്ന് ഇരുവർക്കും പ്രധാനമന്ത്രി ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നിർഭയത്വം ഭഗത് സിംഗിന്റെ സ്വഭാവത്തിൽ ആഴത്തിൽ വേരൂന്നിയിരുന്നുവെന്നും ശ്രീ മോദി പറഞ്ഞു. ലതാ ദീദി ആലപിച്ച ദേശഭക്തി ഗാനങ്ങൾ ജനങ്ങളിൽ ആഴത്തിലുള്ള സ്വാധീനം ചെലുത്തിയതായും അദ്ദേഹം വ്യക്തമാക്കി. നവരാത്രി സ്ത്രീശക്തിയുടെ ആഘോഷം കൂടിയാണെന്ന് പ്രധാനമന്ത്രി. വിദ്യാഭ്യാസം, ശാസ്ത്രം, കായികം, വ്യവസായം തുടങ്ങി എല്ലാ മേഖലകളിലും രാജ്യത്തെ പെൺമക്കൾ വ്യക്തിമുദ്ര പതിപ്പിക്കുന്നുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. നാവിക സാഗർ പരിക്രമ ദൌത്യത്തിൽ 8 മാസം കടലിൽ താമസിച്ച ഇന്ത്യൻ നാവികസേനയിലെ 2 ധീര വനിതാ ഉദ്യോഗസ്ഥരെ ശ്രീ മോദി മൻ കി ബാത്തിലൂടെ ജനങ്ങൾക്ക് പരിചയപ്പെടുത്തി. കോഴിക്കോട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന, തമിഴ്നാട് സ്വദേശി ലഫ്റ്റനന്റ് കമാൻഡർ രൂപ എന്നിവരുടെ സാഹസിക ദൌത്യം യുവാക്കൾക്കും സ്ത്രീകൾക്കും പ്രചോദനമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. मेरे प्यारे देशवासियों, नवरात्रि के इस समय में हम शक्ति की उपासना करते हैं. हम नारी शक्ति का उत्सव मनाते हैं. बिजनेस से लेकर स्पोर्ट्स तक और एजुकेशन से लेकर साइंस तक, आप किसी भी क्षेत्र को लीजिए, देश की बेटियां हर जगह अपना परचम लहरा रही हैं. आज वे ऐसी चुनौतियों के भी पार कर रही हैं जिनकी कल्पना तक मुश्किल है. ലോകത്തിലെ ഏറ്റവും വിദൂര സ്ഥലമായ പോയിന്റ് നെമോയിൽ ഇന്ത്യൻ പതാക ഉയർത്തിയതാണ് യാത്രയിലെ ഏറ്റവും അവിസ്മരണീയമായ നിമിഷമെന്ന് ഇരുവരും പ്രധാനമന്ത്രിയോട് പറഞ്ഞു. ഒരു പായ്വഞ്ചിയിൽ അവിടെ എത്തിയ ആദ്യ ഇന്ത്യക്കാരും ലോകത്തിലെ ആദ്യത്തെ വ്യക്തികളുമായി മാറിയിരിക്കുകയാണ് ലഫ്റ്റനന്റ് കമാൻഡർമാരായ ദിൽനയും രൂപയും. പായ്വഞ്ചിയിൽ ലോകം ചുറ്റിയെത്തിയ തന്റെ മകൾ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽനയെ പ്രധാനമന്ത്രി മൻ കി ബാത്ത് പരിപാടിയിലൂടെ അഭിനന്ദിച്ചതിലും മകളുമായി പ്രധാനമന്ത്രി സംവദിച്ചതിലും അഭിമാനമുണ്ടെന്ന് മാതാവ് റീജ ആകാശവാണി വാർത്തകളോട് പ്രതികരിച്ചു. എനിക്ക് അമ്മ എന്ന നിലയിൽ അത്രയ്ക്കും ഒരു അഭിമാനമുണ്ട്. എന്റെ മകൾ ഇങ്ങനെ ഒരു ഇതിൽ അത്രയും റിസ്ക് എടുത്ത് കഴിഞ്ഞു വന്ന ഒരു പരിപാടിയാണിത്. ലോകം മുഴുവൻ വെറും ഒരു പായ്വഞ്ചിയിൽ ചുറ്റി വരിക എന്ന് പറഞ്ഞാൽ അതൊരു റിസ്ക് തന്നെയാണ്. അതെല്ലാം കഴിഞ്ഞ് അവർ രണ്ടുപേരും തിരിച്ചെത്തി. അതിന് കിട്ടുന്ന ഈ ഒരു അംഗീകാരം ഉണ്ടല്ലോ, അത് വലിയൊരു അംഗീകാരം തന്നെയാണ്. പ്രധാനമന്ത്രിയുമായിട്ട് ഇതിൽ സംസാരിക്കുക എന്ന് വെച്ചാൽ അതൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. അതിലൊക്കെ അത്രയ്ക്കും ഹാപ്പിയാണ്. സൂര്യദേവനെ ആരാധിക്കുന്ന ഛഠ് പൂജ ഒരു ആഗോള ഉത്സവമായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഛഠ് പൂജയെ യുനെസ്കോയുടെ സാംസ്കാരിക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സർക്കാരിന്റെ സമാനമായ ശ്രമങ്ങൾ കാരണം കൊൽക്കത്തയിലെ ദുർഗാപൂജയും ഈ യുനെസ്കോ പട്ടികയുടെ ഭാഗമായി എന്ന് ശ്രീ മോദി പറഞ്ഞു. വരാനിരിക്കുന്ന ഉത്സവകാലം സ്വദേശി ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് ആഘോഷിക്കാനും വോക്കൽ ഫോർ ലോക്കൽ മന്ത്രമാക്കാനും പ്രധാനമന്ത്രി ഇന്ന് ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. GST സമ്പാദ്യോത്സവവും നടക്കുന്നുണ്ടെന്നും ശ്രീ മോദി അഭിപ്രായപ്പെട്ടു. രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങാനുള്ള ദൃഢനിശ്ചയമെടുക്കാൻ അദ്ദേഹം ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. ഇത് ഒരു കരകൗശല വിദഗ്ധന്റെ കഠിനാധ്വാനത്തെ ബഹുമാനിക്കുമെന്നും ഒരു യുവ സംരംഭകന്റെ സ്വപ്നങ്ങൾക്ക് ചിറകുകൾ നൽകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. वोकल फॉर लोकल को खरीदारी का मंत्र बना दीजिए, ठान लीजिए. हमेशा के लिए जो देश में तैयार हुआ है वही खरीदेंगे. जिसे देश के लोगों ने बनाया है वही घर ले जाएंगे. जिसमें देश के किसी नागरिक की मेहनत है उसी सामान का उपयोग करेंगे. जब हम ऐसा करते हैं तो हम सिर्फ कोई सामान नहीं खरीदते, हम किसी परिवार की उम्मीद घर लाते हैं, किसी कारीगर की मेहनत को सम्मान देते हैं, किसी युवा उद्यमी के सपनों को
पंख देते हैं। വരും ദിവസങ്ങളിൽ രാജ്യം വിജയദശമി ആഘോഷിക്കുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ഈ വിജയദശമി രാഷ്ട്രീയ സ്വയം സേവക സംഘം സ്ഥാപിതമായതിന്റെ 100 വർഷം അടയാളപ്പെടുത്തുന്നു. 100-ലധികം വർഷങ്ങളായി RSS ദേശീയ സേവനത്തിൽ ഏർപ്പെട്ടിട്ടുണ്ടെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. രാഷ്ട്രസേവനത്തിനായി സ്വയം സമർപ്പിക്കുന്ന ഓരോ വോളണ്ടിയർക്കും അദ്ദേഹം ആശംസകൾ നേർന്നു. ഒക്ടോബർ 7-ന് മഹർഷി വാൽമീകി ജയന്തി ആഘോഷിക്കും. രാമായണത്തിന്റെ ഇതിഹാസത്തിലൂടെ മനുഷ്യത്വത്തെ അവതരിപ്പിച്ച മഹർഷി വാൽമീകിയെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. കഴിഞ്ഞ 11 വർഷത്തിനിടെ രാജ്യത്ത് ഖാദിയുടെ പ്രചാരം വർദ്ധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖാദി വിൽപ്പനയിൽ ഗണ്യമായ വർധനയുണ്ടായതായും അദ്ദേഹം പറഞ്ഞു. ഈ ഗാന്ധി ജയന്തി ദിനത്തിൽ ഒരു ഖാദി ഉൽപ്പന്നമെങ്കിലും വാങ്ങണമെന്ന് പ്രധാനമന്ത്രി ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. गांधी जी ने हमेशा स्वदेशी को अपनाने पर बल दिया और उनमें खादी सबसे प्रमुख थी. मैं आप सभी से आग्रह करता हूं कि 2 अक्टूबर को कोई न कोई खादी प्रोडक्ट जरूर खरीदें. गर्व से कहें ये स्वदेशी है. इसे सोशल मीडिया पर #वोकल फॉर लोकल के साथ शेयर भी करें. ഉത്സവകാലത്ത് ശുചിത്വം വീടുകളിൽ മാത്രമായി പരിമിതപ്പെടുത്താതെ തെരുവുകളിലും അയൽപ്പക്കങ്ങളിലും വിപണികളിലും ഗ്രാമങ്ങളിലും വ്യാപിപ്പിക്കണമെന്നും ശ്രീ മോദി ഊന്നി പറഞ്ഞു. ദീപാവലിക്ക് രാജ്യത്തെ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നുകൊണ്ടാണ് മൻ കി ബാത്തിന്റെ 126-ാം പതിപ്പ് പ്രധാനമന്ത്രി ഉപസംഹരിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. തമിഴ്നാട്ടിലെ കരൂരിൽ തമിഴക വെട്രി കഴകം അധ്യക്ഷനും നടനുമായ വിജയ് സംഘടിപ്പിച്ച റാലിക്കിടെ ഉണ്ടായ തിക്കിലും തിരക്കിലും 39 പേർ മരിച്ചു. 50-ലധികം പേർ ചികിത്സയിലാണ്. തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 10 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 1 ലക്ഷം രൂപയും ധനസഹായം പ്രഖ്യാപിച്ചു. സംഭവം അന്വേഷിക്കാൻ വിരമിച്ച ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് അരുണ ജഗദീശന്റെ നേതൃത്വത്തിൽ കമ്മീഷനെ നിയോഗിച്ചു. അപകട സാഹചര്യം പരിശോധിക്കാനും രക്ഷാ ദുരിതാശ്വാസ നടപടികളുടെ വിശദാംശങ്ങൾ നൽകാനും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തമിഴ്നാട് സർക്കാരിനോട് നിർദ്ദേശിച്ചു. കേരള രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന ത്രൈമാസികയായ രാജ്ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. രാജ്ഭവനിൽ നടന്ന ചടങ്ങിൽ ശശി തരൂർ MPക്ക് നൽകിയാണ് മുഖ്യമന്ത്രി ത്രൈമാസിക പ്രകാശനം ചെയ്തത്. ജനങ്ങളോട് സംവദിക്കാനാണ് ഇത്തരം ഒരു പ്രസിദ്ധീകരണത്തിന് തുടക്കമിട്ടതെന്നും പൊതുജനങ്ങൾക്ക് രാജ്ഭവനിലെ പ്രവർത്തനങ്ങൾ അറിയാനും മനസ്സിലാക്കാനും ഇതിലൂടെ കഴിയുമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അഭിപ്രായപ്പെട്ടു. പൊതുസേവനവും സദ്ഭരണവും മുഖമുദ്രയാക്കിയ കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ജൻ ധൻ യോജനയിലൂടെ ദശലക്ഷക്കണക്കിന് കുടുംബങ്ങൾക്ക് ബാങ്കിംഗ് സേവനങ്ങൾ ലഭ്യമാക്കിയതും അതുവഴി ജനങ്ങളുടെ സമ്പാദ്യവും അഭിമാനവും ഉയർത്തിയതും സംബന്ധിച്ചാണ് ആകാശവാണിയുടെ പ്രത്യേക പരമ്പരയായ സേവാ പർവിൽ ഇന്ന്. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ വളർച്ചാഗാഥയുടെ അടിസ്ഥാനശിലയായിരുന്നു സാമ്പത്തിക ഉൾച്ചേർക്കൽ. അതുതന്നെയായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ മുൻഗണനയും. 2014 അധികാരമേറ്റ പ്രധാനമന്ത്രി മോദിയുടെ ആദ്യകാല മുൻഗണനാ പദ്ധതികളിലൊന്നായിരുന്നു പ്രധാനമന്ത്രി ജൻധൻ യോജന. ബാങ്ക് അക്കൌണ്ടുകൾ തുറക്കുക എന്നത് മാത്രമല്ല, സാമ്പത്തിക ശാക്തീകരണത്തിന്റെ സുപ്രധാന ഉപാധി കൂടിയായിരുന്നു അത്. जनधन अकाउंट जब खोले गए ना, वो सिर्फ बैंक का अकाउंट था ऐसा नहीं है. उसे एक स्वाभिमान मिला था कि बैंक के दरवाजे मेरे लिए भी खुलते हैं. मैं भी बैंक के दरवाजे में जाकर के टेबल पे हाथ रख करके बात कर सकता हूँ. ये विश्वास हमने जगाया है. 56 കോടിയിലധികം ജൻധൻ അക്കൌണ്ടുകളുള്ള ഈ പദ്ധതി ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ഉൾച്ചേർക്കൽ സംരംഭമായി വികാസം പ്രാപിച്ചിരിക്കുന്നു. ഇതിൽ 67% അക്കൌണ്ടുകളും ഗ്രാമപ്രദേശങ്ങളിലും അർദ്ധനഗര പ്രദേശങ്ങളിലുമാണ്. 56% അക്കൌണ്ട് ഉടമകളും വനിതകളാണെന്നുള്ളതും പദ്ധതിയുടെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രി ജൻധൻ യോജന ഇന്ന് ജീവിതങ്ങളെ പരിവർത്തനം ചെയ്യുന്നു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലേക്കും എത്തിച്ചേരുന്നുവെന്ന് ഉറപ്പാക്കുന്നു. തുല്യവും ശാക്തീകരിക്കപ്പെട്ടതുമായ ഇന്ത്യയെ കെട്ടിപ്പടുക്കുന്നു. ഏഷ്യാകപ്പ് ക്രിക്കറ്റ് കലാശ പോരാട്ടത്തിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ദുബായിൽ ഇന്ത്യൻ സമയം രാത്രി 8-നാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഇന്ത്യയുടെ നാരീശക്തി എല്ലാ മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മലയാളി ഉദ്യോഗസ്ഥ ഉൾപ്പെട്ട സാഗർ പരിക്രമ യാത്രയിലെ വനിതാ നാവികരുടെ നേട്ടത്തെ പ്രധാനമന്ത്രി മൻ കി ബാത്തിലൂടെ അഭിനന്ദിച്ചു. ഉത്സവ ആഘോഷ വേളകളിൽ സ്വദേശി ഉൽപ്പന്നങ്ങൾക്ക് പ്രാധാന്യം നൽകണമെന്നും കൈത്തറി കരകൌശല വിദഗ്ധരുടെ കഠിനാധ്വാനത്തെ ആദരിക്കണമെന്നും പ്രധാനമന്ത്രി. ശുചിത്വം വീടുകൾക്ക് പുറത്തേക്ക് വ്യാപിപ്പിക്കണമെന്നും
അത് ഏവരുടെയും ഉത്തരവാദിത്തമായി മാറണമെന്നും മൻ കി ബാത്തിൽ ശ്രീ നരേന്ദ്രമോദി. തമിഴ്നാട്ടിലെ കരൂർ ദുരന്തത്തിൽ മരണസംഖ്യ 39ആയി. അപകട സാഹചര്യത്തിന്റെയും രക്ഷാ ദുരിതാശ്വാസ നടപടികളുടെയും വിശദാംശങ്ങൾ തേടി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം. കേരള രാജ്ഭവൻ പ്രസിദ്ധീകരിക്കുന്ന തൈമാസികയായ രാജ്ഹംസിന്റെ പ്രകാശനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. ഏഷ്യാകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് കലാശപ്പോരാട്ടം. കിരീടത്തിനായി ഇന്ത്യയും പാകിസ്ഥാനും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.